ചെർക്കള കല്ലടക്ക റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഒരു വ്യാഴവട്ടക്കാലമായി ഈ റോഡിൻ്റെ വിഷയമായി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കഴിഞ്ഞ 2021 ടാറിങ് നടത്തുന്ന സമയത്ത് അതിനേക്കാൾ മുമ്പ് റോഡിൽ നിന്ന് സംഭവം ഉണ്ടായിരുന്നില്ല. നിരന്തരമായിട്ട് സമരം നടത്തിയിട്ട് കുടില് കെട്ടിയിട്ടടക്കം സമരം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് അന്ന് എത്തിയിരുന്നു. അതെത്തിയ ശേഷം അന്ന് ടാറിങ് നടത്തി. 2 പോർഷൻ ആയിട്ടാണ് ആ ടാറിങ് നടത്തിയത്. ഒരു പോർഷൻ്റെ ഉക്കിനടുക്ക വരെയുള്ള റോഡിൻ്റെ ടാറിങ് അന്ന് കൃത്യമായി ചെയ്ത്, ഉക്കിനടുക്ക നിന്ന് മെഡിക്കൽ കോളേജിൻ്റെ അടുക്കുന്നത് കാസർഗോഡേക്കുള്ള ചെർക്കളയിലേക്കുള്ള റോഡിൻ്റെ പണി അന്നും ഇന്നും വളരെ മോശമായി പോകുന്നുണ്ട്. ഏകദേശം 5 വർഷത്തെ ഗ്യാരണ്ടി എന്ന രീതിയിലാണ് ആ റോഡ് ചെയ്തത്, BMBC 8 ചെയ്തത്. പക്ഷേ അന്ന് ആ റോഡ് പകുതി ആ കോൺട്രാക്ടർ വിട്ടുപോയി, വേറൊരാളെ ഏൽപ്പിച്ചത് MLA അടക്കമുള്ള ആൾക്കാർ സഹകരിച്ചുകൊണ്ട് വേറൊരു കോൺട്രാക്ടർ കൊടുത്ത് വേറൊരു കോൺട്രാക്ടർ പണി പൂർത്തീകരിച്ച് കൊടുത്ത്, ആ പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് പല പ്രശ്നങ്ങളും അവിടെ കിടക്കുന്നുണ്ട്. എന്നാലും ആ റോഡ് അതിനുശേഷം കംപ്ലീറ്റ് നാശമായിട്ട് പോയി. ആ പള്ളത്തടുക്ക പാലത്തിൻ്റെ ഫോട്ടോയൊക്കെ നിങ്ങൾ കണ്ടിരിക്കുക. പാലത്തിൻ്റെ അടിയിലത്തെ സ്ലാബ് എല്ലാം പോയിട്ട് കമ്പി, തുരുമ്പ് പിടിച്ച കമ്പി അടക്കം പുറത്തോട്ട് കാണുന്ന രീതിയാണ്. ഏത് നിമിഷവും ഉത്തരേന്ത്യയിൽ നടക്കുന്ന പോലെ പാലം പൊളിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അതുള്ളത്. ആ റോഡ് അവിടെ കംപ്ലീറ്റ് തകർന്നു പോയി. എത്രയോ ദിവസങ്ങളായി ഇലക്ഷന് മുമ്പ് ഒരുപാട് സമരങ്ങൾ അവിടെ വെച്ച് നടന്ന്. കഴിഞ്ഞ മഴ സമയത്ത് അവിടെ ഒരു മലവെള്ളം പാച്ചൽ പോലെയുള്ള സ്ഥിതിയാണ് അവിടെ ആയിരുന്നത്. അതിനൊക്കെ തരണം ചെയ്ത് ഈ ബസ്സുകാർ നിരന്തരമായിട്ട് ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. ഇത് ബസ്സുകാർക്ക് മാത്രമുള്ളതല്ല, റോഡുള്ള ജനങ്ങൾക്ക് മൊത്തം സഞ്ചരിക്കാനുള്ള, നടന്നു പോകുന്ന ആൾക്കാർക്കും വാഹനത്തിൽ പോകുന്ന ആൾക്കും എല്ലാവരും ഉപയോഗിക്കേണ്ട സാധനമാണ് റോഡ്. പക്ഷേ ആ റോഡ് ഇന്ന് ബസ്സുകാർ മാത്രം ആവശ്യം പോലെ ആയിരിക്കുകയാണ്. നിരവധി സമരങ്ങൾ നടത്തി. നിരവധി ഉദ്യോഗസ്ഥന്മാർക്കും ഇതിൻ്റെ കോൺട്രാക്ടർമാർക്കും എല്ലാവർക്കും പരാതികളും വിളിച്ചും ഒക്കെ സംസാരിച്ചു. ഇന്ന് വരെ അതിനുള്ള പോംവഴി കണ്ടെത്തിയില്ല. കഴിഞ്ഞ ദിവസം PWD എഞ്ചിനീയർ വിളിച്ചപ്പോൾ പറഞ്ഞത് ഒരു 40 ലക്ഷം രൂപ പാസ്സാക്കിയിട്ടുണ്ട്, അത് പാച്ച് വർക്ക് ചെയ്യൂ. പിന്നീട് പറഞ്ഞ് അത് ക്യാൻസൽ ചെയ്ത് വലിയൊരു ഓർഡർ ഞങ്ങൾക്ക് കിട്ടി. ഇവർ ഓർഡർ മാത്രം കാത്തുനിൽക്കുന്നത്, പണിയല്ല ഇവർക്ക് വേണ്ടത്. ഇപ്പോൾ കിഫ്ബി പറഞ്ഞിട്ടുണ്ട് 38 ലക്ഷത്തിൻ്റെ 41 ലക്ഷത്തിൻ്റെ കോടിൻ്റെ പ്രോജക്റ്റ് AS കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുമായിട്ട് മുമ്പോട്ട് പോകണം. ഈ 41 കോടി എത്ര ആയിക്കോട്ടെ, ആ കോടിൻ്റെ AS കിട്ടിയതേ ഉള്ളൂ. ഇനി അതിൻ്റെ പണി പൂർത്തീകരിച്ച് പുറത്തിറങ്ങുമ്പോൾ നല്ല മഴയുടെ സമയമാണ് വരുന്നത്. അപ്പോൾ പിന്നെ അത് കാരണം പറയുന്നത് ഏപ്രിൽ മാസം ഇലക്ഷൻ വരും. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വന്ന് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മഴയായി, പിന്നെ അടുത്ത വർഷത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ജന്മത്തിൽ ആ റോഡ് നന്നാവുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് കേടുപാട് വന്നാൽ പൈസ കൊടുത്ത് ശരിയാക്കാൻ പറ്റും. പക്ഷേ അതിൽ ഇരുന്ന് പോകുന്ന മനുഷ്യന്മാരുണ്ട്. ഓരോ കുഴിയിൽ ചാടുമ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കി, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളെല്ലാം കാണുന്ന കാഴ്ചയല്ലേ, നിങ്ങൾക്കെല്ലാം വണ്ടിയുള്ള ആൾക്കാരല്ലേ. ആ ഒരു കുഴിയിൽ ചാടുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. പരസ്യമായിട്ട് വരാതെ വീട്ടിൽ കിടക്കുന്ന രോഗിയായി കിടക്കുന്ന എത്ര പേരുണ്ട്, നടുവൊടിഞ്ഞിട്ട് കാലൊടിഞ്ഞിട്ട്. ഇതൊന്നും ജനമധ്യത്തിൽ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രസക്തി കുറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അടുത്ത തൊഴിലാളികൾ ആ റോഡിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് കളക്ടർ ADM അടക്കമുള്ള ആൾക്കാർക്ക് പരാതി കൊടുത്ത് ഇന്നത്തെ ദിവസം വരെ കാത്തു നിന്ന് 19-ാം തീയതിക്കകം നിങ്ങൾ റോഡിൻ്റെ പണി ചെയ്ത് തീർക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ വണ്ടി നിർത്തിവെക്കും. കഴിഞ്ഞ ദിവസം കിഫിൻ്റെ മാനേജറെ വിളിച്ച് അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ളത് ഇന്ന് എന്തായിട്ടും നാളേക്ക് ആ റോഡിൻ്റെ താത്കാലിക പണി അങ്ങ് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിത്തരും എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞ് അത് ഞങ്ങൾക്ക് ആ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്ത് വലിയ പ്രോജക്റ്റ് എടുത്ത്, ഇവർക്ക് പ്രോജക്റ്റ് മാത്രമേ ഉള്ളത്. ഞങ്ങൾ എന്തിനാണ് കരയേണ്ടത്? ഇപ്പോൾ ഓരോ വണ്ടിക്കാരനും വണ്ടി എടുക്കുമ്പോൾ 15 വർഷത്തേക്കുള്ള റോഡ് ടാക്സ് അവ അടച്ചു കഴിഞ്ഞ്, ബസ്സുകാരാണെങ്കിൽ 90 ദിവസം അടക്കുന്നുണ്ട്. ഈ റോഡ് ടാക്സ് അടക്കുന്ന പൈസ എന്ത് ചെയ്തു? കേരള സർക്കാർ എല്ലാ റോഡുകളും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഈ കർണാടക ബോർഡർ ആയതുകൊണ്ട് വേണ്ടെന്നാ? എന്താ ഇതിൻ്റെ ഉദ്ദേശം? ഈ റോഡിൻ്റെ കാര്യം എത്ര കാലങ്ങളായി ചർച്ചാ വിഷയം. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും പ്രശ്നമുള്ള റോഡ്, ഏറ്റവും തർക്കമുള്ള റോഡ് ഈ റോഡാണ്. അത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ആ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ആ റോഡിൻ്റെ അവസ്ഥയാണ് ആ മെഡിക്കൽ കോളേജ്.
ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മെഡിക്കൽ കോളേജിൻ്റെ മീറ്റിംഗ് കൂടി വെച്ചിട്ടുണ്ട്. ഞാനും അതിലൊക്കെ അംഗമാണ്. അപ്പോൾ ഈ രണ്ട് ആ റോഡ് നന്നായെങ്കിൽ കോളേജ് നന്നാവും, കോളേജ് എന്തെങ്കിലും റോഡ് നന്നാവും എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അത് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇതിന് ഇപ്പോൾ ഇതൊരു സൂചനാ പണിമുടക്കാണ്. ഒന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രം. ബസ് നിന്നാൽ ജനങ്ങൾ അനുഭവിക്കുന്നത്തെ പത്രത്തിലെല്ലാം കാണുന്നില്ലേ, ആ ബദിയർക്ക ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ. ഇന്ന് സ്കൂൾ കുട്ടികൾ എങ്ങനെ സ്കൂളിലേക്ക് പോകും? അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്ക് പോകുന്ന യാത്രക്കാരുണ്ട്. അവരുടെ അവസ്ഥ എന്തായിരിക്കും? ആരാണ് ഇത് ഉത്തരവാദി? ഞങ്ങൾ ഈ ടാക്സ് അടക്കുന്ന പൈസ കൊണ്ട് പിന്നീടാണ് അതിന് റോഡ് ടാക്സ് എന്ന് പേര് കൊടുത്തത്. വേറെ എന്തെങ്കിലും ടാക്സ് കൊടുത്തൂടെ? വേറെ എന്തെങ്കിലും പേര് കൊടുത്തൂടെ? ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനുള്ള എന്തെങ്കിലും തിരുത്തിക്കോട്ടെ. റോഡ് ടാക്സ് എന്ന് പറയുമ്പോൾ അത് റോഡിലേക്ക് ഉപയോഗിക്കണ്ടേ? എത്ര ഭീമമായ തുകയാണ് ടാക്സ് അടക്കുന്നത്? നേരത്തെ 1 കൊല്ലത്തേക്ക് അടച്ചുകൊണ്ടായി ഇപ്പോൾ കാറുകൾ ഇറങ്ങുമ്പോൾ, ഇപ്പോൾ പിന്നെ 5 കൊല്ലത്തേക്കാക്കി. ഇപ്പോൾ 15 ലൈഫ് ടൈം, ആ ആർസിൻ്റെ ലൈഫ് ടൈം വരെ ടാക്സ് അടിച്ചിട്ടാണ് ആ വണ്ടി പുറത്തിറങ്ങുന്നത്. അപ്പോൾ അത്രയും തുക ടാക്സ് ആയിട്ട് അടച്ച വണ്ടീൻ്റെ ആ വണ്ടി പോകാനുള്ള റോഡ് ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരല്ലേ? സർക്കാർ എന്തിനാണ് ഇത് മുഖം തിരിഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ 19-ാം തീയതി ഇന്ന് സൂചനാ പണിമുടക്കാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിത കാലത്തേക്കാണ് സമരത്തിലേക്ക് പോകുന്നത്. കെ ഗിരീഷ്, പി എ മുഹമ്മദ് കുഞ്ഞി, ഹാരിസ് ബദിയടുക്ക, മുഹമ്മദ് PMS, സഹീൽ ബിലാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.